വേറൊന്നുമല്ല, മലയാളത്തിൽ നിന്ന് ഓസ്കാറിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്കാറിന് പോകാൻ ഭയങ്കര ചിലവാന്ന്. ആണ്ട് ഒന്ന് കൊണ്ടോടാ, ആണ്ട് ഇവർ 3 പേരുണ്ട്, 2 ടിക്കറ്റിൻ്റെ ആൾക്കാർ വരും. ഇവർ ഓസ്കാറിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഗ്രേറ്റസ്റ്റ് സിനിമയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. മലയാളത്തിൻ്റെ ഒരു റേഞ്ച് മാറ്റാൻ പോകുന്നൊരു പടമാവുമെന്നാണ് പ്രതീക്ഷ. അതിൽ കുറഞ്ഞൊന്നുമില്ല പ്രതീക്ഷയില്ല. പോസിറ്റീവൊന്നുമല്ല, ഗ്രേറ്റ് മലയാളത്തിന് തന്നെ ഏറ്റവും മികച്ച സിനിമയാണെന്നാണ് പ്രതീക്ഷ. ഓക്കെ, തമിഴിലും തെലുങ്കിലും ഒക്കെ പോയി സീൻ മാറ്റിയ മലയാള സിനിമകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി പാൻ ഇന്ത്യ ഒന്നും അല്ല, ഇൻ്റർനാഷണൽ ലെവൽ. മലയാളത്തിൻ്റെ ഗോഡ് പടം ആടുജീവിതം ഈസ് ഹിയർ. ബെന്യാമിൻ്റെ, നജീബിൻ്റെ, പൃഥ്വിയുടെ, ബ്ലസ്സിയുടെ ആടുജീവിതം കാണാനെത്തിയ പ്രേക്ഷകരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നേരെ ആടുജീവിതം എക്സ്പെക്റ്റേഷൻ. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും ഈ ആടുജീവിതം സിനിമയുണ്ടല്ലോ, അത് നോവല് ഒറ്റ സ്ട്രെച്ചിൽ 3 മണിക്കൂർ കൊണ്ട് വായിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേ തള്ളാന്ന് പറയും. ശരിക്കും ഒറ്റ സ്ട്രെച്ചിൽ 3 മണിക്കൂർ. വേറെ ഒന്നുമില്ല, നോവൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കാതെ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രത്തോളം ആ ഒരു നോവലിലുള്ള ഒരു പ്രതീക്ഷ. പിന്നെ ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ കാഴ്ച മുതൽ നമ്മൾ അമ്പരിപ്പിച്ചു തുടങ്ങിയ ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ സിനിമ 9ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നില്ലേ, 8ാമത്തെ സിനിമയാണ്. അപ്പം ഭയങ്കര വലിയ പ്രതീക്ഷയാണ്. അതിനൊത്ത് പൃഥ്വിരാജും അതേപോലെ തന്നെ ബ്ലസ്സിയുടെയൊക്കെ ഒരു കിഡിലെ ഒരു മാജിക് പ്രതീക്ഷ തന്നെയാണ് വന്നത്. ബ്ലസ്സി ആയതുകൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. പിന്നെ വിഷ്വൽസൊക്കെ കണ്ടല്ലോ, സ്റ്റണ്ണിങ് വിഷ്വൽസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാലും ഞെട്ടിക്കും. 100% നമ്മളെ സാറ്റിസ്ഫൈഡ് എന്ന് ഉറപ്പാണ്. വേറൊന്നുമല്ല, മലയാളത്തിൽ നിന്ന് ഓസ്കാറിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്കാറിന് പോകാൻ ഭയങ്കര ചിലവാന്ന്. ആണ്ട് ഒന്ന് കൊണ്ടോടാ, ആണ്ട് ഇവർ 3 പേരുണ്ട്, 2 ടിക്കറ്റിൻ്റെ ആൾക്കാർ വരും. ഇവർ ഓസ്കാറിന് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റൊന്നും എടുക്കത്തില്ല. അപ്പോൾ ഓസ്കാറിന് വിട്ടോ, പഞ്ചായത്ത് മുഴുവൻ കൊണ്ട് കാണിച്ചു, കൊണ്ടുവന്ന് കാണിച്ചു. വേറെ ഒന്നുമല്ല, നമ്മളെ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ ആറ്റുനോറ്റൊക്കെ ഇറങ്ങുന്ന ഒരു സിനിമയല്ലേ, ഒരു ഇന്റർനാഷണൽ ലെവലിൽ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം മലയാളത്തിന്, അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഹെവി പോസിറ്റീവ്. അതിൽ കുറഞ്ഞ് ഒരു ഇതില്ല. ആ സിനിമയുടെ പേര് പോലെ തന്നെ ഗോട്ട്, മലയാളത്തിലെ ഗോട്ട് പടമാവുന്നതാണ് പ്രതീക്ഷ. അതിൽ കുറഞ്ഞിപ്പം കമലഹാസൻ തന്നെ പടം കണ്ടിട്ട് എക്സലൻ്റ് അഭിപ്രായമാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു പടം പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയാൻ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ആടുജീവിതം നോവൽ വായിച്ചവർക്ക് അതിൻ്റെ മുകളിലൊരു ഫീല് പടത്തിൽ നിന്ന് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഫീൽ കിട്ടണ്ട, അതിൻ്റെ ഒരു ആ ഒരു ഫീൽ കിട്ടിയതിൻ്റെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പടം വൻ വിജയമായിരിക്കും. ബ്രോ ബുക്ക് വായിച്ച നോവൽ വായിച്ചിട്ടില്ല, പക്ഷേ അത് പറഞ്ഞു കേട്ടിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാം. ഇതുവരെ കണ്ട അതിൻ്റെ ട്രെയിലറും പ്രൊമോയും അതിൻ്റെ ഹൈപ്പൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഫസ്റ്റ് കയറാൻ മുമ്പുള്ള ഒരു പ്രതീക്ഷ, എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് സിനിമയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. മലയാളത്തിൻ്റെ ഒരു റേഞ്ച് മാറ്റാൻ പോകുന്നൊരു പടമാവുമെന്നാണ് പ്രതീക്ഷ. അതിൽ കുറഞ്ഞൊന്നുമില്ല പ്രതീക്ഷയില്ല. പോസിറ്റീവൊന്നുമല്ല, ഗ്രേറ്റ് മലയാളത്തിന് തന്നെ ഏറ്റവും മികച്ച സിനിമയാണെന്നാണ് പ്രതീക്ഷ. ഓക്കെ, എക്സ്പെക്ടേഷൻ നമ്മൾ പൃഥ്വിരാജിൻ്റെ പ്രതീക്ഷയാണ് വന്നത്. പൃഥ്വിരാജും പിന്നെ നമ്മുടെ പൃഥ്വിരാജിലാണ് പ്രതീക്ഷ. പിന്നെ ബ്ലസ്സി. അപ്പോൾ ഈ ഒരു നോവൽ വായിച്ചിട്ടുണ്ടോ? നോവൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ വായിച്ചില്ല. വായിച്ചിട്ട് കണ്ടെന്ന കഥ അറിയാമല്ലോ, കഥ അറിയാം. ആ ഒരു എക്സ്പെക്ടേഷൻ ചിലപ്പോൾ നമുക്ക് ഓക്കെ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ആര്. അപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കരഞ്ഞു പോകും. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ സിനിമ കാണുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ബ്ലസ്സിയുടെ മിക്ക പടങ്ങളും കരച്ചിലാണ്. കരച്ചെന്ന് വെച്ചാൽ അയാളെ കുറ്റം പറയല്ല, ഇമോഷണൽ അത്രയ്ക്കുണ്ട്. അങ്ങനെ അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു മാനടനും കൂടെ ആകുമ്പം പടം അത്രയ്ക്ക് നല്ലൊരു പടമാകും. അതിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ചൊരു പടമായിരിക്കും എന്ന് അദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും ഒരു നീതി പുലർത്തും. പിന്നെ ബെന്യാമിൻ്റെ അത് വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പണ്ട് പഠിച്ച കഥ TV കാണാൻ പോകുന്നപ്പം ഒരുപാട് പ്രതീക്ഷ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രതീക്ഷ എന്തായാലും കാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പടം കണ്ട് ബാക്കി പറയാം. അപ്പോൾ ഈ പുസ്തകം വായിച്ചവർക്കൊക്കെ ഉള്ളൊരു ഇതെന്ന് വെച്ചാൽ അത്രയും ഇമ്പാക്റ്റ് സിനിമയിൽ ഉണ്ടാക്കുമോ, അവരെയൊക്കെ സാറ്റിസ്ഫൈ എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥ കഥ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇട്ടും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കയറ്റിയായിരിക്കും വെക്കുന്നത്. അപ്പം അതാവോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. വായിച്ചെന്തായാലും നമുക്കറിയാം. അതിനകത്ത് എന്തായാലും ആ ഒരു പ്രതീക്ഷ എന്തായാലും വെച്ച് പുലർത്തിയിട്ട് കാണാത്ത ഒരു സിനിമ പ്രതീക്ഷിക്കുന്നു. എക്സ്പീരിയൻസ് 100% പ്രതീക്ഷിക്കുന്നുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു നല്ല അടിപൊളി പടം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്.